ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. സിലബസ് പ്രകാരമുള്ള ഇന്നത്തെ ക്ലാസ്സിൽ ഭൗതിക ശാസ്ത്രത്തിൽ നിന്നും താപവും ഊഷ്മാവും എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. താപത്തെക്കുറിച്ചുള്ള പഠനമാണ് തെർമോഡൈനാമിക്സ്. താപത്തെക്കുറിച്ചുള്ള പഠനം ഏതാണ്? തെർമോഡൈനാമിക്സ്. താപം ഒരു ഊർജ്ജമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. താപം ഒരു ഊർജ്ജമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജെയിംസ് പ്രെസ്കോട്ട് ജൂളാണ്. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജത്തിൻ്റെ അളവാണ് താപം. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജത്തിൻ്റെ അളവാണ് താപം. താപം അളക്കുന്ന SI യൂണിറ്റ് എന്താണ്? ജൂൾ. താപം അളക്കുന്ന SI യൂണിറ്റ് ജൂളാണ്. താപം അളക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു യൂണിറ്റാണ് കലോറി. താപം അളക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു യൂണിറ്റാണ് കലോറി. ഒരു കലോറി എത്ര ജൂളിന് തുല്യമാണ്? 4.2 ജൂൾ. ഒരു കലോറി എന്നത് 4.2 ജൂളിന് തുല്യമാണ്. 1 ഗ്രാം ജലത്തിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ താപത്തിൻ്റെ അളവാണ് ഒരു കലോറി. 1 ഗ്രാം ജലത്തിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ താപത്തിൻ്റെ അളവാണ് ഒരു കലോറി. ഊഷ്മാവ് അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? തെർമോമീറ്റർ. ഊഷ്മാവ് അളക്കുന്നതിനുള്ള ഉപകരണം തെർമോമീറ്ററാണ്. സാധാരണയായി താപനില അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഡിഗ്രി സെൽഷ്യസ്. സാധാരണയായി താപനില അളക്കുന്ന യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസ് ആണ്. താപനിലയുടെ SI യൂണിറ്റ് ഏതാണ്? കെൽവിൻ. താപനിലയുടെ SI യൂണിറ്റ് കെൽവിനാണ്. ശരീര താപനില അളക്കുന്ന ഉപകരണം ഏതാണ്? ക്ലിനിക്കൽ തെർമോമീറ്റർ. ശരീര താപനില അളക്കുന്ന ഉപകരണം ക്ലിനിക്കൽ തെർമോമീറ്ററാണ്. ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ഉപയോഗിച്ചിരിക്കുന്ന തോത് ഏതാണ്? ഫാരൻഹീറ്റ് സ്കെയിലാണ്. ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ഉപയോഗിച്ചിരിക്കുന്ന തോത് ഫാരൻഹീറ്റ് സ്കെയിലാണ്. സാധാരണയായി താപനില അളക്കാൻ ഉപയോഗിക്കുന്ന തെർമോമീറ്റർ ഏതാണ്? മെർക്കുറി തെർമോമീറ്ററാണ്. സാധാരണയായി താപനില അളക്കാൻ ഉപയോഗിക്കുന്ന തെർമോമീറ്റർ മെർക്കുറി തെർമോമീറ്ററാണ്. തെർമോമീറ്ററിൽ ദ്രാവകമായി ഉപയോഗിക്കുന്നത് എന്താണ്? മെർക്കുറിയാണ്. തെർമോമീറ്ററിൽ ദ്രാവകമായി ഉപയോഗിക്കുന്നത് മെർക്കുറിയാണ്. തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഗലീലിയോ ആണ്. തെർമോമീറ്റർ കണ്ടുപിടിച്ച ആരാണ്? ഗലീലിയോ. മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ച ആരാണ്? ഫാരൻഹീറ്റാണ്. മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഫാരൻഹീറ്റാണ്. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് സർ തോമസ് ആൽബർട്ടാണ്. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് സർ തോമസ് ആൽബർട്ടാണ്. സെൻസർ ഉപയോഗിച്ച് ഇൻഫ്രാറെഡ് വികിരണങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഒരു വസ്തുവിൻ്റെ താപനില മനസ്സിലാക്കാൻ സഹായിക്കുന്ന തെർമോമീറ്ററാണ് ഇൻഫ്രാറെഡ് തെർമോമീറ്റർ. സെൻസർ ഉപയോഗിച്ച് ഇൻഫ്രാറെഡ് വികിരണങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഒരു വസ്തുവിൻ്റെ താപനില മനസ്സിലാക്കാൻ സഹായിക്കുന്ന തെർമോമീറ്ററാണ് ഇൻഫ്രാറെഡ് തെർമോമീറ്റർ. വാതകങ്ങളുടെ താപീയ വികാസത്തെ അടിസ്ഥാനമാക്കിയ സ്കെയിൽ ഏതാണ്? കെൽവിൻ സ്കെയിൽ. വാതകങ്ങളുടെ താപീയ വികാസത്തെ അടിസ്ഥാനമാക്കിയ സ്കെയിൽ കെൽവിൻ സ്കെയിലാണ്. കെൽവിൻ സ്കെയിൽ ആവിഷ്കരിച്ച ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ ആരാണ്? ലോർഡ് കെൽവിൻ. കെൽവിൻ സ്കെയിൽ ആവിഷ്കരിച്ച ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ ലോർഡ് കെൽവിനാണ്. സെൽഷ്യസ് സ്കെയിൽ കണ്ടുപിടിച്ച ആരാണ്? ആൻഡേഴ്സ് സെൽഷ്യസ്. സെൽഷ്യസ് സ്കെയിൽ കണ്ടുപിടിച്ചത് ആൻഡേഴ്സ് സെൽഷ്യസ് ആണ്. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ തന്മാത്രകളുടെയും ചലനം മുഴുവനായും നിലയ്ക്കുന്ന ഊഷ്മാവ് അറിയപ്പെടുന്നത് അബ്സല്യൂട്ട് സീറോ അഥവാ കേവല പൂജ്യം എന്നാണ്. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ തന്മാത്രകളുടെയും ചലനം മുഴുവനായും നിലയ്ക്കുന്ന ഊഷ്മാവ് അറിയപ്പെടുന്നത് അബ്സല്യൂട്ട് സീറോ അഥവാ കേവല പൂജ്യം എന്നാണ്. സെൽഷ്യസ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് -40 ആണ്. സെൽഷ്യസ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് -40 ആണ്. ഫാരൻഹീറ്റ് സ്കെയിലിലും കെൽവിൻ സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് 574.25 ആണ്. ഫാരൻഹീറ്റ് സ്കെയിലിലും കെൽവിൻ സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് 574.25 ആണ്. ടങ്സ്റ്റൺ ഉരുകുന്ന ഊഷ്മാവ് ഏതാണ്?
3422 ഡിഗ്രി സെൽഷ്യസ്. ടങ്സ്റ്റൺ ഉരുകുന്ന ഊഷ്മാവ് 3422 ഡിഗ്രി സെൽഷ്യസ് ആണ്. പദാർത്ഥങ്ങളുടെ തന്മാത്രകൾ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ അവയ്ക്ക് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. പദാർത്ഥങ്ങളുടെ തന്മാത്രകൾ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ അവയ്ക്ക് ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. സാധാരണ താപനിലയിൽ ഐസ് ഉരുകുന്ന ഊഷ്മാവ് അല്ലെങ്കിൽ ഐസിൻ്റെ ദ്രവണാങ്കം എന്നും ചോദിക്കാം. എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. സാധാരണ താപനിലയിൽ ഐസ് ഉരുകുന്ന ഊഷ്മാവ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് ഫാരൻഹീറ്റിൽ പറയുവാണെങ്കിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ആൽക്കഹോളിൻ്റെ ദ്രവണാങ്കം എത്രയാണ്? -115 ഡിഗ്രി സെൽഷ്യസ്. ആൽക്കഹോളിൻ്റെ ദ്രവണാങ്കം -115 ഡിഗ്രി സെൽഷ്യസ് ആണ്. മെർക്കുറിയുടെ ദ്രവണാങ്കം എത്രയാണ്? -39 ഡിഗ്രി സെൽഷ്യസ് ആണ്. മെർക്കുറിയുടെ ദ്രവണാങ്കം -39 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലം ഐസാകുന്ന താപനില ഏതാണ്? 0 ഡിഗ്രി സെൽഷ്യസിലാണ്. ജലം ഐസാകുന്ന താപനില 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ്. ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് ഫാരൻഹീറ്റിൽ പറഞ്ഞാൽ 212 ഡിഗ്രി ഫാരൻഹീറ്റ് എന്നാണ്. ഈ 100 ഡിഗ്രി സെൽഷ്യസിന് തുല്യമായ ഫാരൻഹീറ്റിലുള്ള ഊഷ്മാവ് 212 ഡിഗ്രിയാണ്. സാധാരണ ശരീര ഊഷ്മാവ് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. സാധാരണ ശരീര ഊഷ്മാവ് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് ഫാരൻഹീറ്റിൽ പറഞ്ഞാൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റും കെൽവിനിൽ പറഞ്ഞാൽ 310.15 കെൽവിനുമാണ്. സാധാരണ ശരീര ഊഷ്മാവ് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് ഫാരൻഹീറ്റിലാണെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റും കെൽവിൻ സ്കെയിലിൽ പറഞ്ഞാൽ 310.15 കെൽവിനുമാണ്. സൂര്യൻ്റെ താപനില അറിയുവാനുള്ള ഉപകരണം ഏതാണ്? ഹീലിയോ പൈറോമീറ്റർ. സൂര്യൻ്റെ താപനില അറിയുവാനുള്ള ഉപകരണം ഹീലിയോ പൈറോമീറ്ററാണ്. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളച്ച് ബാഷ്പമായി തീരുന്ന നിശ്ചിത താപനിലയാണ് തിളനില. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളച്ച് ബാഷ്പമായി തീരുന്ന നിശ്ചിത താപനിലയാണ് തിളനില. അതിശൈത്യമുള്ള രാജ്യങ്ങളിൽ തെർമോമീറ്ററുകളിൽ മെർക്കുറിക്ക് പകരം ആൽക്കഹോൾ ഉപയോഗിക്കുന്നതിനുള്ള കാരണം എന്താണ്? താഴ്ന്ന ഖരണാങ്കം. അതിശൈത്യമുള്ള രാജ്യങ്ങളിൽ തെർമോമീറ്ററുകളിൽ മെർക്കുറിക്ക് പകരം ആൽക്കഹോൾ ഉപയോഗിക്കുന്നതിനുള്ള കാരണം താഴ്ന്ന ഖരണാങ്കമാണ്. സാധാരണ മർദ്ദത്തിൽ ഒരു ദ്രാവകം ഖരാവസ്ഥയിലേക്ക് മാറുന്ന നിശ്ചിത താപനിലയാണ് ഖരണാങ്കം. സാധാരണ മർദ്ദത്തിൽ ഒരു ദ്രാവകം ഖരാവസ്ഥയിലേക്ക് മാറുന്ന നിശ്ചിത താപനിലയാണ് ഖരണാങ്കം. സാധാരണ മർദ്ദത്തിൽ ഖരവസ്തുവിനെ ദ്രവീകരിക്കുന്ന നിശ്ചിത താപനിലയാണ് ദ്രവണാങ്കം. സാധാരണ മർദ്ദത്തിൽ ഖരവസ്തുവിനെ ദ്രവീകരിക്കുന്ന നിശ്ചിത താപനിലയാണ് ദ്രവണാങ്കം. സ്വർണത്തിൻ്റെ ദ്രവണാങ്കം എത്രയാണ്? 1064 ഡിഗ്രി സെൽഷ്യസ്. സ്വർണത്തിൻ്റെ ദ്രവണാങ്കം 1064 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇൻഫ്രാറെഡ് തെർമോമീറ്ററിൻ്റെ ഉപയോഗം എന്തെല്ലാമാണ്? ശരീര താപനില മനസ്സിലാക്കാൻ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ പ്രത്യേക ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന താപനില മനസ്സിലാക്കാൻ. ഇൻഫ്രാറെഡ് തെർമോമീറ്ററിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ശരീര താപനില മനസ്സിലാക്കാൻ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ പ്രത്യേക ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന താപനില മനസ്സിലാക്കാൻ. ജൂൾ തോംസൺ ഇഫക്റ്റ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻഡേഴ്സ് സെൽഷ്യസ്. ജൂൾ തോംസൺ ഇഫക്റ്റ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആൻഡേഴ്സ് സെൽഷ്യസ് ആണ്. 200 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള താപനില അളക്കാൻ ഉപയോഗിക്കുന്ന തെർമോമീറ്ററാണ് ലബോറട്ടറി തെർമോമീറ്റർ. 200 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള താപനില അളക്കാൻ ഉപയോഗിക്കുന്ന തെർമോമീറ്ററാണ് ലബോറട്ടറി തെർമോമീറ്റർ. സാധാരണ തെർമോമീറ്റർ ശരീര താപനില അളക്കാൻ ഉപയോഗിക്കാത്തതിനുള്ള കാരണം എന്താണ്? ശരീരത്തിൽ നിന്നും ഈ തെർമോമീറ്റർ എടുത്ത് മാറ്റുമ്പോൾ താപനിലയിൽ വ്യത്യാസം വരുന്നതുകൊണ്ടാണ് സാധാരണ തെർമോമീറ്റർ ശരീര താപനില അളക്കാൻ ഉപയോഗിക്കാത്തത്. ശരീരത്തിൽ നിന്നും എടുക്കുമ്പോൾ താപനിലയിൽ വ്യത്യാസം വരുന്നതുകൊണ്ടാണ് സാധാരണ തെർമോമീറ്റർ ശരീര താപനില അളക്കാൻ ഉപയോഗിക്കാത്തത്. ഐസിൽ കറിയുപ്പ് ചേർന്നാൽ ദ്രവണാങ്കം കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? കുറയുകയാണ്. ഐസിൽ കറിയുപ്പ് ചേർത്താൽ ദ്രവണാങ്കം കുറയുന്നു.
ഏതൊരു പദാർത്ഥത്തെയും ചൂടാക്കുമ്പോൾ അതിലെ തന്മാത്രകളുടെ ചലനവേഗം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഏതൊരു പദാർത്ഥത്തെയും ചൂടാക്കുമ്പോൾ അതിലെ തന്മാത്രകളുടെ ചലനവേഗം വർദ്ധിക്കുന്നു. ഒരു വസ്തു താപം സ്വീകരിക്കുകയോ പുറത്തേക്ക് വിടുകയോ ചെയ്യുന്നത് മൂലം വസ്തുവിനുണ്ടാകുന്ന ഭൗതിക മാറ്റമാണ് അവസ്ഥാ പരിവർത്തനം. ഒരു വസ്തു താപം സ്വീകരിക്കുകയോ പുറത്തേക്ക് വിടുകയോ ചെയ്യുന്നത് മൂലം വസ്തുവിനുണ്ടാകുന്ന ഭൗതിക മാറ്റമാണ് അവസ്ഥാ പരിവർത്തനം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.